നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ जब हम लोग वेद बुक पढ़ेंगे, ആരോടൊക്കെ ദൈവത്തിന് കൃപ തോന്നിയിട്ടുണ്ടോ जिन जिन लोगों से प्रभु को कृपा हुआ, അവരെല്ലാം കാലഘട്ടത്തിലെ ആൾക്കാരാ. वो सब एक एक कालघट के अनुसार हो गए. കാലഘട്ടത്തിനെ ഭരിച്ചവരാ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹ ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചു. उत्पत्ति में नवे पुस्तक में प्रभु ने आकर नोहा को अनुग्रह किया. ഒരു കാലഘട്ടത്തിന്റെ അഭിഷിക്തനായിരുന്നു നോഹ. वो एक कालघट का अभिषेक था. ചെറിയ പാട്ടിയല്ലായിരുന്നു. वो कोई छोटा ऐसा वैसा इंसान नहीं था. ദൈവത്തിന്റെ കൃപ നോഹയുടെ മേൽ വന്നെന്ന് എഴുതിയിട്ടുണ്ട്. भगवान की कृपा उसके ऊपर था, ये लिखा है. രണ്ടാമത്തെ ആൾ മോസസാണ്. दूसरा था मूसा. മൂന്നാമത്തെ ഒരാളെ പരിചയപ്പെടുത്താം. तीसरा वाला था ഒരു സഹോദരിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. एक सहोदरी के बारे में बोला है. നസ്രേത്ത് പട്ടണത്തിൽ ഒരു സഹോദരിയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. അവിടെ എൻഗേജ്മെന്റ് സെറ്റ് ആയിരുന്നു. उसकी पेट्रोल ऑलरेडी सेट हो चुका था. എൻഗേജ്മെന്റ് സെറ്റ് ആയ ഒരു സഹോദരിയുടെ മേൽ ആമീൻ ദൂതൻ വന്ന് പറയുവാണ്, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ തോന്നിയത്. ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ കൃപ വന്നിട്ടുണ്ടോ जिन जिन पर प्रभु की कृपा आई हो, അവരെല്ലാം കാലഘട്ടത്തിൽ അറിയപ്പെടുന്നവരാണ്. वो सब एक कालघट में जाने जाएंगे. ഇന്നും നോയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ലേ? आज भी नूह के बारे में होता है, ഇന്നും മോശയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ലേ? मूसा के बारे में बात किया जाता है. ഇന്നും യേശുവിടെ അമ്മയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ലേ? आज भी यीशु की माता के बारे में होती है. പരിശുദ്ധാത്മാവിനോട് പറയുവാണ്, परिशुद्धात्मा मुझसे ये कह रहा है, നിന്റെ മേൽ കൃപ വന്നിട്ടുണ്ട്. तुम्हारे ऊपर भी प्रभु ने कृपा दे रखा है. ഈ കാലഘട്ടത്തിൽ അറിയപ്പെടാൻ പോവുകയാണ്. तेरे कालघट में जाना जाएगा. നിന്റെ തലമുറ നിന്റെ അപ്പന്റെ കാര്യം നാട്ടുകാരോട് പറയാൻ പോവുകയാണ്. കൊച്ചുമകൾ നിന്നെ പറ്റി പറയാൻ പോവുകയാണ്. तेरे पोता पोती नाती नाती सब तेरे बारे में അവർ പറയാം, എന്റെ വല്യപ്പന്റെ പ്രാർത്ഥന, वो यही कहेंगे, मेरे नाना की എന്റെ അപ്പന്റെ പ്രാർത്ഥന मेरे बाप का प्रार्थना ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി. हमारे लिए अनुग्रह का बर्तन बन गया.